അമേരിക്കയും ഇറാനും തമ്മിൽ നേർക്കുനേർ പോരാട്ടം തുടങ്ങിയതോടെ മേഖല കടുത്ത ഭീതിയിലാണ്. ജോർദാനിലെ US സൈനിക താവളത്തിലേക്ക് ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകൾ പ്രതിരോധിക്കാൻ പോലും അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല. ആക്രമണം തടയാൻ നോക്കുന്നതിനിടയിൽ 2 US സൈനികർ കൊല്ലപ്പെട്ടു. ഇത് വൻ ശക്തിയായ അമേരിക്കയുടെ നെഞ്ചിലേക്ക് തുളച്ചു കയറിയ കനത്ത പ്രഹരമായിട്ട് മാറി. ഇറാന്റെ ബോംബുകളെയും മിസൈലുകളെയും പൂർണ്ണമായിട്ടും ചെറുക്കാൻ തങ്ങളുടെ കോടികൾ വിലയുള്ള സാങ്കേതിക വിദ്യയ്ക്ക് സാധിക്കില്ലെന്ന സത്യം ഇപ്പോൾ വൈറ്റ് ഹൗസിന് മനസ്സിലായിട്ടുണ്ട്. സാധാരണക്കാരുടെ ആൾനാശം വലിയ കാര്യമാക്കാത്ത അമേരിക്കയ്ക്ക് തങ്ങളുടെ സ്വന്തം കോമ്പൗണ്ടിൽ വന്ന് മിസൈൽ വീഴുന്നത് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. അതായത് അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ വിള്ളൽ. ഇതിനിടയിലാണ് അമേരിക്കയ്ക്ക് കനത്ത ക്ഷീണമുണ്ടാക്കി അടുത്ത ആഞ്ഞടി വരുന്നത്. അതായത് അടുത്ത ഒരു കാര്യം കൂടി വന്ന് വീഴുകയാണ്. US-ന്റെ അഭിമാനമായിട്ടുള്ള കോടികൾ വിലമതിക്കുന്ന MQ-9 റീപ്പർ അത്യാധുനിക ഡ്രോണിനെ ഇറാൻ ആകാശത്ത് വെച്ച് വെടിവെച്ചിട്ടു. ഹുസൈസ്ഥാൻ പ്രവിശ്യയിലെ അഹ്വാസ് ആകാശത്ത് വെച്ചാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ഈ ഒരു അമേരിക്കൻ വേട്ടക്കാരനെ തറപറ്റിച്ചത്. തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമുസ് മേഖലയിൽ ഇറാൻ പുതുതായിട്ട് സ്ഥാപിച്ച നൂതന വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ പവർ എന്താണെന്ന് ഇപ്പോൾ ലോകം കണ്ടു കഴിഞ്ഞു. വൻ സന്നാഹങ്ങളുമായിട്ട് വന്ന US ഡ്രോണിനെ ഒറ്റയടിക്ക് ചാരമാക്കിക്കൊണ്ട് തങ്ങളോട് കളിക്കാൻ വരേണ്ട എന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഇറാൻ അമേരിക്കയ്ക്ക് നൽകിയിരിക്കുന്നത്. വാഷിംഗ്ടൺ വാർത്ത ഇതുവരെ ഔദ്യോഗികമായിട്ട് സമ്മതിച്ചിട്ടില്ല എങ്കിലും ഈ പശ്ചിമേഷ്യയിൽ കളി മാറുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമുസ് മേഖലയിലെ വിവിധ ദ്വീപുകളിൽ അമേരിക്ക കനത്ത വ്യോമാക്രമണം നടത്തിയിട്ടും ഇറാന്റെ പുതിയ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ഒരു പരാജയത്തിന്റെ സൂചന കൂടിയാണ്. അത്യാധുനിക ആയുധങ്ങളുമായിട്ട് വന്നിട്ടും ഇറാന്റെ പ്രതിരോധ കോട്ട തകർക്കാൻ പറ്റാത്തത് ലോകശക്തിയായ അമേരിക്കയുടെ നെഞ്ചിടിപ്പ് കൂട്ടുകയും വലിയ ക്ഷീണം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ചരിത്രം പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. യുദ്ധങ്ങൾ എപ്പോഴും വലിയ അഹങ്കാരങ്ങളുടെ അന്ത്യം കുറിക്കുന്ന വേദികളാണ്. ലോകം കണ്ട പല യുദ്ധങ്ങളിലും വമ്പന്മാരുടെ കണക്കുകൂട്ടലുകളും പ്രതീക്ഷകളും വെറും ഭാവനകൾ മാത്രമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ആയുധബലത്തിൽ അതിശക്തരെന്നും ദുർബലരെന്നും കരുതിയവർ അതിശക്തരായിട്ട് മാറിയ സാമ്രാജ്യങ്ങളെ വിറപ്പിച്ച ചരിത്രമാണുള്ളത്. ശത്രുവിനെ കുറിച്ചുള്ള തെറ്റായ വിലയിരുത്തലുകളാണ് പലപ്പോഴും വൻ ശക്തികൾക്ക് ഈ മോഹഭംഗവും വൻ തിരിച്ചടിയും സമ്മാനിക്കുന്നത്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളുടെ കൺമുന്നിലുള്ള റഷ്യ-യുക്രൈൻ യുദ്ധം. ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ആഴ്ചകൾ കൊണ്ട് തീർക്കാമെന്ന് കരുതി റഷ്യ തുടങ്ങിയ യുദ്ധം ഇപ്പോൾ 4ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. റഷ്യ വെറും ഞാനൂലുകൾ എന്ന് കരുതി നിസാരമായിട്ട് തള്ളിക്കളഞ്ഞ യുക്രൈൻ ഇന്ന് വൻ തിരിച്ചടികളുടെ റഷ്യയ്ക്ക് സങ്കല്പിക്കാൻ കഴിയാത്തത്ര വലിയ ആൾനാശവും സാമ്പത്തിക നഷ്ടവുമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പശ്ചിമേഷ്യയിലും അമേരിക്കയ്ക്ക് സംഭവിക്കുന്നത് മറ്റൊന്നുമല്ല. ഇറാനെ ഉടൻ തന്നെ അവസാനിപ്പിക്കാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലതവണ വീരവാദം മുഴക്കിയതാണ്. നമുക്കറിയാം, ട്രംപിന്റെ വാക്കുകൾ പലതവണ ഉണ്ടായിരുന്നു. ഇപ്പോൾ തീർക്കും, ഇനി ഞങ്ങളെ കേട്ടില്ലെങ്കിൽ ഞങ്ങൾ തുടച്ചു നീക്കും. ഇതൊന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഈ ട്രംപിന് ഭീഷണി വെറുതെ ആവർത്തിക്കാൻ മാത്രം അവസരം കൊടുത്തതുകൊണ്ട് ഇറാൻ ഇന്നും നെഞ്ചു വിരിച്ചു തന്നെ നിൽക്കുന്നു എന്നത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. എന്നാൽ യുദ്ധങ്ങൾ വെറും വിനാശം മാത്രമല്ല, പുതിയ ബന്ധങ്ങൾ തുടങ്ങാനും പഴയ ശത്രുതകൾ പുതുക്കാനുമുള്ള വേദികൾ കൂടിയാണെന്ന് പശ്ചിമേഷ്യ ഇപ്പോൾ തെളിയിക്കുകയാണ്. ഇറാന്റെ മിസൈൽ പ്രഹരങ്ങളിൽ നിന്ന് സ്വന്തം രാജ്യത്തെ രക്ഷിക്കാൻ സൗദി അറേബ്യ ഇപ്പോൾ ഇറാനുമായിട്ട് ചില രഹസ്യ ധാരണകളിൽ എത്തിക്കഴിഞ്ഞു. ഇത് US-നെ പോലും ഞെട്ടിച്ച നീക്കമാണ്. മറ്റൊരു കൗതുകം UAE-യുടെ കാര്യത്തിലാണ്. ആദ്യഘട്ടത്തിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ പ്രഹരം ഏറ്റുവാങ്ങിയ രാജ്യമായിരുന്നു UAE. എന്നാൽ ഗൾഫിലെ അമേരിക്ക എന്ന് വിശേഷിപ്പിക്കാവുന്ന US-ഉമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള UAE-യെ ഇറാൻ പിന്നീട് കാര്യമായിട്ട് നോവിച്ചതേയില്ല. ഇറാന്റെ അക്രമങ്ങൾക്ക് പുറമെ വിമർശിക്കുമ്പോഴും UAE ഇറാനുമായിട്ട് ചില വൻ നീക്കുപോക്കുകളും അഡ്ജസ്റ്റ്മെന്റുകളും നടത്തിയിട്ടുണ്ട് എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ ഉറപ്പിച്ചു പറയുന്നത്. പക്ഷേ 2ാം ഘട്ട ആക്രമണം തുടങ്ങിയതോടെ കളി വീണ്ടും മാറി. ഇത്തവണ UAE മണ്ണിലും ഇറാന്റെ മിസൈലുകൾ പതിച്ചു. എന്നാൽ ഇവിടെയാണ് ഇറാന്റെ കൃത്യമായിട്ടുള്ള തന്ത്രം ഒളിഞ്ഞിരിക്കുന്നത്. അവർ UAE നേരിട്ട് ആക്രമിക്കുന്നതിന് പകരം UAE-യിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളെ മാത്രമാണ് ഇത്തവണ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് തകർത്തത്. തങ്ങളുമായിട്ട് സഹകരിച്ചാൽ ഗൾഫ് രാജ്യങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കാം,
അല്ലാത്ത പക്ഷം അമേരിക്കൻ താവളങ്ങൾക്കൊപ്പം നിങ്ങളും കത്തുമെന്ന വ്യക്തമായ മുന്നറിയിപ്പാണിത്. ചുരുക്കത്തിൽ പഴയതുപോലെയുള്ള ഒരു ഐക്യം ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ ഇപ്പോൾ ഇല്ല എന്നതാണ് ഏറ്റവും വലിയ വാസ്തവം. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു സൈനിക മുന്നേറ്റമല്ല, മറിച്ച് ആഗോള തലത്തിലുള്ള വൻ ധാർമ്മിക വിജയമാണ്. ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയെ വിട്ട് പുതിയ നയതന്ത്ര ബന്ധങ്ങൾക്കായിട്ട് ശ്രമിക്കുമ്പോൾ ലോകത്തിന് മനസ്സിലാകുന്ന ഒന്നുണ്ട്: അമേരിക്കൻ സംരക്ഷണത്തിൽ ഇനി ആർക്കും വിശ്വാസമില്ല. വൻ ശക്തി എന്ന് അഹങ്കരിച്ച് യുഎസിന്റെ തണൽ നഷ്ടപ്പെടുമെന്ന് ഉറപ്പായതോടെയാണ് പലരും വഴിമാറി ചിന്തിക്കാൻ തുടങ്ങിയത്. ഇത് ഇറാന്റെ തന്ത്രപരമായിട്ടുള്ള ഒരു വിജയം കൂടിയാണ്. പുതിയ ബന്ധങ്ങളുടെ കഥ പറയുമ്പോൾ ഗൾഫിലെ വൻ തോക്കായിട്ടുള്ള സൗദി അറേബ്യയും ഇസ്രയേലും തമ്മിൽ കൈകോർക്കുമോ എന്ന ചർച്ചയും സജീവമാണ്. അടുത്തിടെ ഇസ്രയേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് നടത്തിയ വെളിപ്പെടുത്തലുകൾ ഇതിലൂടെ വിരൽ ചൂണ്ടുന്നു. റിയാദ് കേന്ദ്രമായുള്ള അൽ അറബിയ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഹെർസോഗ് തന്റെ മനസ്സ് തുറന്നത്. അതായത് സൗദി അറേബ്യയുമായിട്ട് നയതന്ത്ര ബന്ധം സ്ഥാപിക്കുക എന്നത് എന്റെ വലിയൊരു സ്വപ്നമാണ്. UAE-യുമായിട്ട് നേരത്തെ കരാറുണ്ടാക്കിയ ഇസ്രയേലിന് പക്ഷേ സൗദിയെ ഒപ്പം കൂട്ടാൻ കഴിഞ്ഞിട്ടില്ല. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനോട് തനിക്ക് വലിയ ബഹുമാനമാണെന്നും ഭൂരിഭാഗം ഇസ്രയേൽ പൗരന്മാരും സൗദിയുമായും അടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുമാണ് ഹെർസോഗ് പറയുന്നത്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇരു രാജ്യങ്ങളുടെയും നേതാക്കൾ നേരിട്ട് സംസാരിക്കണമെന്നാണ് ഇസ്രയേലിന്റെ ഇപ്പോഴത്തെ വിലാപം. എന്തായാലും നേരത്തെ സൗദിയുമായിട്ട് ഇസ്രയേൽ ഈ ഒരു വിഷയത്തിൽ അതീവ രഹസ്യമായിട്ട് ചർച്ചകൾ നടത്തി വരികയായിരുന്നു. എന്നാൽ 2023 ഇസ്രയേൽ ഗസയിൽ നടത്തിയ ക്രൂരമായിട്ടുള്ള കൂട്ടക്കൊലകളും കനത്ത ആക്രമണങ്ങളും എല്ലാ കണക്കുകൂട്ടലുകളും തകിടം മറിച്ചു. ഗസയിൽ ചോരപ്പുഴ ഒഴുക്കിയ ഇസ്രയേലുമായിട്ട് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ച സൗദി അറേബ്യ എല്ലാ ചർച്ചകളിൽ നിന്നും അന്ന് പടിയിറങ്ങി. എന്നിട്ടും ഈ പരിശ്രമത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ഇസ്രയേൽ പ്രസിഡന്റ് പറയുമ്പോൾ ഗൾഫ് മണ്ണിൽ ഒറ്റപ്പെടാതിരിക്കാനുള്ള ഇസ്രയേലിന്റെ നെട്ടോട്ടമാണ് ലോകം കാണുന്നത്. 1948 ഫലസ്തീൻ മണ്ണ് കയ്യേറി ഇസ്രയേൽ എന്ന രാജ്യം രൂപീകരിച്ച കാലം മുതൽ അറബ് ലോകം ഒന്നിച്ച് ഇസ്രയേലിനെതിരായിരുന്നു. എന്നാൽ 1970-കളിൽ ഈ ഐക്യത്തിൽ ആദ്യമായിട്ട് വിള്ളൽ വീണു. ഈജിപ്തും ജോർദാനും ഫലസ്തീൻ ജനതയെ വഞ്ചിച്ചുകൊണ്ട് ഇസ്രയേലുമായിട്ട് ഔദ്യോഗിക നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു. പിന്നീട് അടുത്ത കാലത്തായിട്ട് അബ്രഹാം ഉടമ്പടി വഴി UAE-യും ബഹ്റൈനും ഇസ്രയേലിന് കൈകൊടുത്തു. പിന്നാലെ സുഡാനും മൊറോക്കോയും ഇസ്രയേലുമായിട്ട് കരാറുകൾ ഉണ്ടാക്കി സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിച്ചു. പല ഗൾഫ് രാജ്യങ്ങളും അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങി ഇസ്രയേലിന് മുന്നിൽ മുട്ടുമടക്കിയെങ്കിലും ഗൾഫിലെ യഥാർത്ഥ ബിഗ് ബോസ് ആയ സൗദി അറേബ്യ ഒപ്പുവെക്കാതെ ഇസ്രയേലിന്റെ അറബ് മണ്ണിൽ പൂർണ്ണമായിട്ടുള്ള അംഗീകാരം കിട്ടിയിട്ടില്ല. എന്നാൽ ഗസയിലെ ചോരപ്പുഴയ്ക്ക് ശേഷം ഇസ്രയേലിനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് സൗദിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഫലസ്തീനികൾക്ക് നീതി കിട്ടാതെ ഇസ്രയേലുമായിട്ട് ഒരു കരാറുകളിലും ഇല്ല എന്ന് റിയാദ് പറയുമ്പോൾ പ്രഖ്യാപിക്കുമ്പോൾ പശ്ചിമേഷ്യയിൽ ഇസ്രയേലും അമേരിക്കയും വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കില്ല എന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. പശ്ചിമേഷ്യയിൽ സംഘർഷത്തിൽ കൈപൊള്ളിയിട്ടും ലോകത്തിന് മുന്നിൽ നാണം കെട്ടിട്ടും അമേരിക്ക ഇസ്രയേലിന് ഇത്രയധികം അന്ധമായിട്ടുള്ള പിന്തുണ നൽകുന്നതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള കാരണങ്ങളുമുണ്ട്. പശ്ചിമേഷ്യയിലെ എണ്ണ സമ്പത്തിന് മേലും തന്ത്രപ്രധാനമായിട്ടുള്ള കപ്പൽ പാതകൾക്ക് മേലും അമേരിക്കയ്ക്ക് ആധിപത്യം നിലനിർത്തണമെങ്കിൽ അവിടെ വിശ്വസ്തനായ ഒരു കാവൽക്കാരൻ വേണം. ആ കാവൽക്കാരൻ മാത്രമാണ് ഇസ്രായേൽ. അതോടൊപ്പം അമേരിക്കൻ രാഷ്ട്രീയത്തെയും സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന അതിശക്തരായ ജൂത ലോബിയുടെ സമ്മർദ്ദവും ഈ വൈറ്റ് ഹൗസിനെ ഇസ്രായേലിന്റെ അടിമയാക്കി മാറ്റുന്നുണ്ട്. എന്നാൽ പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ ഇസ്രയേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗിന്റെ സൗദി അനുകൂല പ്രസ്താവനകൾ ചില ചലനമാണ് ഉണ്ടാക്കുന്നത്. പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇസ്രയേലിലെ ഭൂരിഭാഗം സാധാരണ ജനങ്ങളും സൗദി അറേബ്യയുമായിട്ട് ഒരു സമാധാന കരാറിലെത്താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അടുത്തിടെ വന്ന ചില സർവേകൾ വ്യക്തമാക്കുന്നുണ്ട്. കാരണം സൗദിയുമായിട്ട് കൈകോർത്താൽ മാത്രമേ തങ്ങൾക്ക് അറബ് മണ്ണിൽ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയൂ എന്ന് അവിടുത്തെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ആ ഒരു ഒറ്റ പേടി കാരണമാണ്. എന്തായാലും യുദ്ധം ഇപ്പോൾ അതികഠിനമായിട്ട് പോകുമ്പോൾ ഇറാനെ വിഴുങ്ങാൻ ഈ പറയുന്ന ഇസ്രയേലും അമേരിക്കയും ഒരുമിച്ച് നോക്കുമ്പോൾ അവിടെ ചില നിർണായക നീക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ വലിയ തോതിൽ തന്നെ തിരിച്ചടിയാകും. അമേരിക്കയെ സപ്പോർട്ട് ചെയ്താലും ഒരിക്കലും സൗദി അറേബ്യ ഒന്നും ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. അത് ഈ ഫലസ്തീൻ വിഷയം കൊണ്ട് തന്നെയാണ്. അത് ഇസ്രായേലിന്റെ തലയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രഹരമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല.